യെസ്, ബീഹാറിൽ ഒന്നാം ഘട്ട തെരഞ്ഞെടുപ്പിന് ഇനിയും ശേഷിക്കുന്നത് ദിവസങ്ങൾ മാത്രമാണ്. പരസ്യപ്രചരണം 4-ാം തീയതി അവസാനിക്കുകയാണ്. അതിനാൽ ആദ്യം നമ്മൾ ബീഹാറിലേക്ക് പോകുകയാണ്. പടക്കളത്തിൽ ബീഹാർ. ബീഹാറിൽ ആദ്യഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്ന മണ്ഡലങ്ങളിൽ പോരാട്ടം കനക്കുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അരയിലും പട്നയിലും തെരഞ്ഞെടുപ്പ് റാലികളിൽ പങ്കെടുക്കും. ബീഹാറിൽ NDAയുടെ ഭരണ തുടർച്ച അഭിപ്രായ സർവേകൾ ഒരുപോലെ വിരൽ ചൂണ്ടുന്നു. വികസനത്തിന്റെ കാര്യത്തിൽ മോദി സർക്കാരിന് രാഷ്ട്രീയമില്ലെന്ന് തുറന്ന് സമ്മതിച്ച് ബീഹാറിലെ കോൺഗ്രസ് MLA റോഡ് ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ ഉറപ്പാക്കാൻ ആകുന്നുണ്ടെന്നും സ്ഥാനാർത്ഥി കൂടിയായ സഞ്ജയ് കുമാർ തിവാരി ജനം TVയോട് പറഞ്ഞു. बक्सर की जो सड़कें थी, सड़कों का नवनिर्माण हुआ है। गोलंबर से होने जा रहा है, गोलंबर से ज्योति चौक, सेंट्रल जेल से बड़ी मस्जिद और रामरेखा घाट से जो स्टेशन रोड है, DAV स्कूल से ITI फील्ड है। बक्सर का कुछ दिनों के बाद अब की बार चुनाव जीतेंगे तो जो ये तड़का नाला है हम वहाँ से निकलवाएंगे। ये रूट हाँ क्या उसको बोलते हैं, हाँ गंगा पसवे बिरकुआ सेतु तक मिलवाने का काम करेंगे। ये मेरा सपना है. യെസ്, ബീഹാറിൽ നിന്ന് ജിഷ്ണു കൃഷ്ണൻ ചേരുകയാണ്. ജിഷ്ണു, ഈ സഞ്ജയ് തിവാരി സാധാരണ കോൺഗ്രസ്സുകാരെ പോലെയല്ല ഒരു പച്ചയായ മനുഷ്യനാണെന്ന് തോന്നുന്നു. കാരണം അദ്ദേഹം യാഥാർത്ഥ്യങ്ങൾ തുറന്ന് സമ്മതിക്കുന്നുണ്ട്. നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിലേറിയതിനു ശേഷം ബീഹാർ എന്ന് പറയുന്ന പ്രദേശത്തുണ്ടായിട്ടുള്ള മാറ്റങ്ങളിലേക്ക് അദ്ദേഹം വിരൽ ചൂണ്ടുന്നു. എന്തൊക്കെ കാര്യങ്ങളാണ് ഈ കോൺഗ്രസ് MLA തുറന്ന് സമ്മതിക്കുന്നത് ജിഷ്ണു? ഗൗതം, ഞാനിപ്പോഴുള്ളത് പട്നയിലാണ്. കഴിഞ്ഞ ദിവസം ബക്സർ മേഖലയിലൂടെ വിശദമായ യാത്ര നടത്തിയിരുന്നു. ആ യാത്രയിലാണ് അവിടുത്തെ സിറ്റിംഗ് MLAയും കോൺഗ്രസിൻ്റെ നിലവിലെ സ്ഥാനാർത്ഥിയുമായിട്ടുള്ള തിവാരിജി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വളരെ കൃത്യമായി എന്തെല്ലാം വികസനങ്ങൾ ബീഹാറിൽ നടപ്പാക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ബക്സർ മേഖല എന്നുള്ളതൊരു അതിപിന്നാക്കം നിന്നിരുന്ന മേഖലയായിരുന്നു. ആ മാവോയിസ്റ്റ് ബാധിത പ്രദേശം, ആ പ്രദേശങ്ങളിൽ കഴിഞ്ഞ 10-15 വർഷത്തിനുള്ളിൽ കൊണ്ടുവന്നിട്ടുള്ള മാറ്റങ്ങൾ, പ്രത്യേകിച്ച് അടിസ്ഥാന സൗകര്യ വികസനത്തിൽ കൊണ്ടുവന്നിട്ടുള്ള മാറ്റങ്ങളെക്കുറിച്ചാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. റോഡ് ഗതാഗതത്തിൽ വലിയ വിപ്ലവകരമായ മാറ്റം കൊണ്ടുവന്നു. കൂടാതെ അവിടെ ടൂറിസം മേഖലയ്ക്ക് അനുയോജ്യമായിട്ടുള്ള പദ്ധതികൾ എത്തിച്ചു നൽകി. കൂടാതെ കർഷകർക്ക് വിവിധ പദ്ധതികൾ, അത് പ്രാദേശിക തലത്തിലും ഒപ്പം കേന്ദ്ര സർക്കാർ തലത്തിലും എത്തിയിട്ടുള്ള വിവിധ പദ്ധതികളിലൂടെ കർഷകർക്ക് വലിയ ഗുണം ലഭിച്ചു തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് അദ്ദേഹം തുറന്നു പറഞ്ഞിട്ടുള്ളത്. കൂടാതെ മോദി സർക്കാരിന് ഇത്തരം രാഷ്ട്രീയ വിഷയങ്ങളിൽ വികസനത്തിൻ്റെ വിഷയത്തിൽ ഒരു തരത്തിലും രാഷ്ട്രീയമില്ല എന്ന കാര്യം കൂടിയാണ് കോൺഗ്രസിൻ്റെ പ്രമുഖ നേതാവും സിറ്റിംഗ് MLAയുമായിട്ടുള്ള സഞ്ജയ് കുമാർ തിവാരി ചൂണ്ടിക്കാട്ടിയുള്ളത്. തീർച്ചയായും ഗവൺമെൻ ചൂണ്ടിക്കാട്ടിയതുപോലെ ബീഹാറിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ എത്രത്തോളം വികസനം കൊണ്ടുവരുന്നു എന്നുള്ള യാഥാർത്ഥ്യമാണ് കോൺഗ്രസിൻ്റെ MLA തന്നെ തുറന്നു പറഞ്ഞിട്ടുള്ളത്. ഒപ്പം പട്നയിൽ ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ടെത്തുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ മെഗാ റോഡ് ഷോ നടക്കുന്നു. എനിക്ക് പിറകിൽ കാണുന്ന ബെയ്ലി റോഡിലാണ് ഏകദേശം 6 കിലോമീറ്റർ ദൂരം പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തിൻ്റെ റോഡ് ഷോ നടത്തുന്നത്. പട്നയിലെ പ്രധാനമന്ത്രിയുടെ റോഡ് ഷോ തീർച്ചയായും BJPയെ സംബന്ധിച്ചും NDA ക്യാമ്പിനെ സംബന്ധിച്ചും കൂടുതൽ ആത്മവിശ്വാസം നൽകുന്നതാണ്. നമ്മോടൊപ്പം ഇപ്പോൾ BJPയുടെ ഇവിടുത്തെ മുതിർന്ന നേതാവ് പ്രൊഫസർ ബലിറാം मिश्रा जी ഉണ്ട്. नमस्ते जी, आज जो PM की रैली होने वाले है, कैसे उसका क्रमीकरण सब कैसा है? नमस्ते आपको भी। आज प्रधानमंत्री जी आज पटना में उनका रोड शो है। आज प्रधानमंत्री जी के नेतृत्व में देश आज चौथा अर्थव्यवस्था में आके हम लोग खड़े हैं। हम दुनिया में भारत का नाम रोशन कर रहे हैं आदरणीय प्रधानमंत्री नरेंद्र मोदी जी के नेतृत्व में। आज प्रधानमंत्री जी आ रहे हैं, पूरा बिहार और पटना उनके सम्मान में आज खड़ा है। और बिहार में जो चुनाव हो रहे हैं उसमें आदरणीय प्रधानमंत्री आदरणीय नीतीश कुमार जी के नेतृत्व में आज फिर NDA 2/3 बहुमत से हम आगे चलने के लिए तैयार हैं. On first phase election, the campaign is on last lap. How important PM Modi's rally? आपको मोदी जी और नीतीश जी बिहार का
आज चाहे वो बिजली के क्षेत्र हो, चाहे सड़क का क्षेत्र हो, इंफ्रास्ट्रक्चर हो, चाहे वृद्धा पेंशन हो, मेडिकल के क्षेत्र में बहुत सारे बिहार में प्रगति का काम हुआ है। आज किसानों के हित में बहुत सारे निर्णय लिए गए हैं। तो आज हर बिहार के जनता को जो भी सुविधाएं राज्य सरकार से मिलनी चाहिए, भारत सरकार से मिलना चाहिए, वो सब उपलब्ध है। इसलिए जनता आज मोदी जी और नीतीश जी, भारतीय जनता पार्टी, जनता दल यू और आपका लोजपा, ये सब एनडीए गठबंधन के जनता साथ है। ഓക്കെ, താങ്ക് യു സോ മച്ച്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നൽകുന്ന വികസന പ്രവർത്തനങ്ങൾ ബീഹാറിനെ മാറ്റിയിട്ടുണ്ട് എന്നും അതുകൊണ്ട് തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും മുഖ്യമന്ത്രി നിതീഷ് കുമാറിനും ജനപിന്തുണ ലഭിക്കും എന്നുള്ള കാര്യമാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത്. അത് വളരെ കൃത്യമായിട്ടുള്ള കാര്യം കൂടിയാണ്. കാരണം ബീഹാറിൽ ഒരു വലിയ മാറ്റം കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ വന്നിട്ടുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ഏത് സ്കെയിൽ വെച്ച് നോക്കുമ്പോഴും രാജ്യത്തെ ഏറ്റവും പിന്നാക്കാവസ്ഥയിൽ നിന്നിരുന്നൊരു സംസ്ഥാനം, ആ സംസ്ഥാനത്തെ വികസനത്തിൻ്റെ ട്രാക്കിലേക്ക് കൊണ്ടുവരാനും വികസന പ്രവർത്തനങ്ങൾ നടത്താനുമുള്ള ശ്രമങ്ങൾ നടക്കുന്നു. അതിൻ്റെ ഭാഗമായി പട്നയിൽ വിമാനത്താവളത്തിൻ്റെ നവീകരണം, റെയിൽവേ സ്റ്റേഷൻ പൂർത്തീകരിക്കുന്നു. ഇവിടെ റോഡ് ഗതാഗതത്തിൽ വലിയ മാറ്റം കൊണ്ടുവരുന്നു. വീട്, വൈദ്യുതി, കുടിവെള്ളം ഇവ മുൻനിർത്തിക്കൊണ്ടുള്ള വികസന ജനക്ഷേമ പദ്ധതികൾ നടത്തുന്നു. ഇവയെല്ലാം ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് BJPയുടെ പ്രചാരണ പ്രവർത്തനങ്ങൾ മുൻപോട്ട് പോകുന്നത്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ വികസന പ്രവർത്തനം, അതോടൊപ്പം തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും BJP നേതാക്കളും ചേർത്ത് പറയുന്നത് RJDയുടെ ജംഗിൾ രാജ് ഭരണത്തെക്കുറിച്ച് കൂടിയാണ്. കേന്ദ്ര സംസ്ഥാന സർക്കാരിൻ്റെ വികസനം ജനങ്ങൾ നേരിട്ട് കാണുമ്പോൾ നിങ്ങൾ ഓർക്കേണ്ടത് RJDയുടെ ജംഗിൾ രാജിലേക്ക് ഒരിക്കലും തിരിച്ചു പോകരുത് എന്ന മുന്നറിയിപ്പ് കൂടി നൽകിക്കൊണ്ടാണ് BJPയുടെ ക്യാമ്പയിൻ മുൻപോട്ട് പോകുന്നത്. അതിൽ തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് നിലവിൽ NDA ക്യാമ്പ് എന്ന് നമുക്ക് വിലയിരുത്താം. മറുവശം പരിശോധിക്കുമ്പോൾ ഇന്ത്യ മുന്നണിയിൽ RJD അതിശക്തമായിട്ടുള്ള പ്രചാരണം നടത്തുന്നുണ്ട്. അതൊരു യാഥാർത്ഥ്യമാണ്. പല മണ്ഡലങ്ങളിലും അതിശക്തമായിട്ടുള്ള മത്സരം, നേർക്കുനേർ പോരാട്ടം BJP JDU സഖ്യവും RJDയും തമ്മിൽ നടക്കുന്നു. പക്ഷേ ഇന്ത്യ സഖ്യം എന്നുള്ള രീതിയിൽ കോൺഗ്രസും ഇടതു പാർട്ടികളും അത്രയധികം ദുർബലമായതുകൊണ്ട് തന്നെ ഇന്ത്യ മുന്നണിക്ക് എത്രത്തോളം നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. RJDക്ക് ഒരു 60 സീറ്റുകൾ വരെ പരമാവധി നേടാൻ സാധിച്ചാൽ പോലും കോൺഗ്രസും ഇടതു പാർട്ടികളും ദുർബലമായതുകൊണ്ട് തന്നെ ഇന്ത്യ മുന്നണിക്ക് പരമാവധി 100 വരെ സീറ്റുകൾ നേടാൻ സാധിക്കുമെന്നുള്ളതാണ് അഭിപ്രായ സർവേകളും രാഷ്ട്രീയ നിരീക്ഷകരും ചൂണ്ടിക്കാണിക്കുക. അതുകൊണ്ട് നിലവിലെ സാഹചര്യത്തിൽ ഇന്ന് പ്രധാനമന്ത്രിയുടെ റാലി കൂടി കഴിയുന്നതോടുകൂടി BJP NDA ക്യാമ്പ് കൂടുതൽ ആത്മവിശ്വാസത്തിലേക്ക് ബീഹാറിൽ കടക്കും എന്ന കാര്യത്തിൽ ബീഹാറിൽ തെരഞ്ഞെടുപ്പ് ചൂട് കനക്കുകയാണ്. ഒന്നാം ഘട്ട തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബീഹാറിലേക്ക് എത്തുകയാണ്. ജംഗിൾ രാജ് ഭരണത്തിലേക്ക് ഒരിക്കലും ആ സംസ്ഥാനം തിരിച്ചു പോകരുത് എന്ന അഭ്യർത്ഥനയും ആഹ്വാനവുമാണ് BJP ഈ തെരഞ്ഞെടുപ്പിൽ ബീഹാറിൽ നടത്തുന്നത്.